ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടിരുന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം നമ്മൾ ഈ UK-ലൊക്കെ പുറത്തുള്ളവർക്കൊക്കെ അറിയാം, നാട്ടിൽ നിന്ന് ഒരു പെട്ടി സാധനം വരുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. ആ സാധനമാണ് എനിക്കൊന്നും ഗൈസ്. കാരണം നെവിജയുടെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു 10-14 ദിവസത്തേന്. അപ്പം ഞാൻ 1-2 സാധനങ്ങൾ എനിക്ക് ഭയങ്കര കൊതിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരണമെന്ന്. പ്ലസ് വേറെ എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ പെട്ടി പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പം സാധാരണ എല്ലാവർക്കും ഒരു സംശയമാണ്, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ സാധനം കൊണ്ടുവരാമെന്ന്. ലീഗലി കൊണ്ടുവരാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ നമ്മൾ കള്ളക്കടത്ത് കടത്തി കുറേ സാധനങ്ങളും കൊണ്ടുവരാറുണ്ട്. കള്ളക്കടത്തല്ല, കള്ളത്തരത്തിൽ കടത്തിക്കൊണ്ട് വരുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയോ സർപ്രൈസ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി പെട്ടി പൊട്ടിക്കാം. അപ്പോൾ 2 പെട്ടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 പെട്ടിക്കകത്ത് എന്തൊക്കെ സാധനമാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ പൊക്കി നോക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊട്ടിക്കാനായിട്ട്. നമുക്ക് പോയി പെട്ടി പൊട്ടിക്കാം ഗൈസ്. നമുക്ക് പെട്ടി പൊട്ടിക്കലിലേക്ക് പോവാം. ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ട് 1-2 സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഞാൻ എന്നെ പറഞ്ഞിട്ടെ വഴി പറയാം. ആദ്യം പറഞ്ഞ് സർപ്രൈസ് കളയുന്നില്ല. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഈ നെഞ്ചാൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നാ കൊണ്ടുവരുന്നതെന്ന്. നോക്കാം. പെട്ടി ഞാൻ ആദ്യം ഒന്ന് തുറന്നായിരുന്നില്ലേ, അത് കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുവരുന്നത് മൊത്തം നോക്കുന്നതിന് മുന്നേ എന്നാൽ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. കാരണം എനിക്ക് തോന്നി ഇന്നത്തെ എന്തൊക്കെയോ ഉണ്ടെന്ന്. നല്ല മണം അടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കിയാലോ. ലോട്ട്സ് ഓഫ് തിങ്സ്, സാധനങ്ങൾ, ലോട്ട് ഓഫ് സാധനങ്ങളുണ്ട് ഗൈസ്, ലോട്ട് ഓഫ് സാധനങ്ങൾ. ഫസ്റ്റ് നമ്മുടെ പഴം ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ പോയപ്പോ. പഴം ഞാൻ പറഞ്ഞായിരുന്നേ. എനിക്കാണെങ്കിൽ ഞാലിപ്പൂവും പഴവും ഏത്തപ്പഴമൊക്കെ തിന്നാൻ കൊതി. ഏത്തപ്പഴമൊക്കെ ഇവിടെ കിട്ടും, ഭയങ്കര വിലയാണ്. ഞാലിപ്പൂവിനാണെങ്കിലും ഭയങ്കര വിലയാണ്, മുതലാവത്തില്ല ഇവിടെ. ഇതൊക്കെ ചതഞ്ഞു തുടങ്ങി കേട്ടോ. അത് ഇത്ര നേരം എടുത്ത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നതല്ലേ. ഇത് മറ്റേ എടുത്ത് വെക്കണം, ഫ്രിഡ്ജിൽ വെക്കണം. അത് പെട്ടെന്ന് കഴിക്കുകയും വേണം. ഫ്രിഡ്ജിലും വെക്കണം, പെട്ടെന്ന് കഴിക്കുകയും ചെയ്യണം. നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങുവോ ബോളി ഉണ്ടാക്കുവോ. നമ്മുടെ ഏത്തപ്പഴം ഞാലിപ്പൂവും പഴമേ സൈഡിൽ ഇറച്ചി വളർത്തിയത് പോത്തൻ പന്നി. പോത്ത് പന്നിയുണ്ടോ? ഓ താങ്ക് യു മമ്മി, താങ്ക് യു സോ മച്ച്. ഇറച്ചി നമ്മുടെ നാട്ടിലെ പോത്തും പന്നിയൊക്കെ ഈ കോട്ടയംകാരുടെ ഈ വളർത്തുന്ന സാധനങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് മുന്നേ ഞാൻ കൊണ്ടുവന്നത് കഴിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് മമ്മി. ഇനി എന്നാണ് ഒരു ഡപ്പ ചക്ക വരട്ടിയത്, ചക്കപ്പഴം. പഴം മറ്റേ വരട്ടി കുമ്പിളപ്പം ഉണ്ടാക്കാനുണ്ടായിരുന്നു ഗൈസ്. ചക്ക വരട്ടി ഡപ്പയിലാക്കി കൊടുത്തു വിട്ടേക്കുന്നതാണേ. ഓ എന്ത് സ്നേഹമുള്ള കുട്ടിമാമ. ഇത് കുഴലപ്പം ഗൈസ്. ഹൽവേരി, ഹൽവ. ബ്ലാക്ക് ആണോ? ബ്ലാക്ക് ഹൽവ. ഇതല്ലേ ഗൈസ്, വെള്ളം തിളപ്പിക്കാൻ അരിമുഖം ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. എനിക്ക് ഈ ചൂടുവെള്ളം കുടിക്കുന്ന ഇഷ്ടം. അപ്പം വെള്ളത്തിലിടാൻ വേണ്ടിയിട്ടാണ്. ഇതായിരിക്കും അവിടെ പറമ്പിലുണ്ടായതാ. അയ്യോ താങ്ക് യു ദൈവം. എത്ര നാളായി നല്ല ചേമ്പ് ഇങ്ങനെ പുഴുങ്ങിയിട്ട് കാന്താരി അരച്ചതും വൈകുന്നേരം ഒരു കട്ടൻ ചായ ഒക്കെ ആയിട്ട്. വാ, ഞാൻ ഒരു പൊളിക്ക് 2 ദിവസത്തേന് ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നാലോ അത് മുഴുവൻ തിന്നാനായിട്ട് ഗൈസ്. ഇത് നമ്മുടെ നാട്ടിലത്തെ ചേമ്പാണേ. കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ട കുറച്ചേ ഉള്ളൂ, എന്നാലും കൊള്ളാം. എൻ്റെ സാധനം എവിടെ? ഇതേ മെയിനായിട്ട് ഞാൻ ചക്ക. അയ്യോ ഞാനിതാദ്യം വെച്ച വേറെന്തോ സാധനം വന്ന മണവും വന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ മണം വരുന്നുണ്ട്. മരിക്കാണോ? ചക്ക, അത് ചക്കയുടെ തൊണ്ടി സഹിതം നോക്ക്. അയ്യോ ഇതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ചക്ക കൊണ്ടുവരുമെന്ന്. ഇതാ പുളിന്തൊണ്ട് പോലെ സാധനം കേട്ടോ. ടേസ്റ്റ് ചെയ്യാനാ ഞാൻ നോക്കുന്നത്. എനിക്ക് കൊതിയങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. എത്ര നാള് പണ്ടാര മുടി അങ്ങോട്ട് മാറിയിരിക്കും. പല്ലൊന്നും തേച്ചില്ല, കിട്ടുന്നില്ല, വെട്ടണായിരിക്കും. എന്നാലും ഞാൻ ഇച്ചിരി ഞുള്ളി എങ്കിലും തിന്നും. കത്തി എടുക്ക് ഞാൻ ഇവിടെ തിന്നാൻ പോവാ. കർത്താവ് സൂപ്പർ സാധനം കേട്ടോ. നമ്മുടെ പറമ്പിലുണ്ടായതാ.
അയ്യോ ഇത് പപ്പയാണോ മമ്മിയാണോ ഭയങ്കര സോമസ് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കൊതി കൊണ്ടാ ഞാൻ ആർത്തിപ്പെട്ടാലോ എന്നാലും വിചാരിക്കരുത്. സൂപ്പർ. ഇത് ആർക്കും തരത്തില്ല, ഞാൻ ആർക്കും തരത്തില്ല. കാരണം എന്റെ ഫേവറേറ്റ് സാധനമാണ് നെയ്യ്. ജിലേബി ജിലേബി ഗൈസ്, ജിലേബി 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 കക്കയുടെ ടേസ്റ്റും. ഇത് ഉണക്കനാരങ്ങ നോക്ക്. അരിയുണ്ട അരിയുണ്ട. അയ്യോ ഗൈസ്, അരിയുണ്ട ഒന്നും ഞാൻ ഇപ്പൊ തന്നെ അതിന്റെ ചക്കയുടെ ടേസ്റ്റോ അല്ല ഇത് കഴിഞ്ഞിട്ട്. ഇത് ഓഫ് കോഴ്സ് ഉണക്കമീൻ ഇൻ കരിയാപ്പില അല്ലേ ഗൈസ്? നമ്മള് നാട്ടിൽ നിന്ന് ഉണക്കമീൻ കൊടുത്തു വിട്ടേക്കുന്നതാണ്. ഇത് നമ്മൾ മറ്റേ എയർപോർട്ടിലെ പട്ടിയൊന്നും മണത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടി കറിവേപ്പിലയിൽ പൊതിഞ്ഞ് എല്ലാരും കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? നമ്മൾ കറിവേപ്പിലയിൽ പൊതിഞ്ഞ് ഏത് മീനാണേ? തുണ്ടനും ഉണ്ട്, വേറെ ഏതോർമ്മ ഉണ്ട്. എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് വയ്യ. ഞാൻ ഒരു സൈക്കോ എന്ന് തോന്നുന്നുണ്ടോ ഇതിന്റെ മണമൊക്കെ ഇത് പിടിക്കുന്നുണ്ടിട്ട്? കൊതി കാരണം കൊണ്ട. പിന്നെ നമ്മുടെ ആട്ടപ്പൊടി 3 പാക്കറ്റ് ആട്ടപ്പൊടി ഉണ്ട്. ഇതൊന്നും ഇവിടെ കിട്ടാത്തൊന്നും അല്ല. പിന്നെ ഇത് നല്ല ഡയമണ്ടിന്റെ ചക്കിയാട്ടയാണ്. ഇത് ഇതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. നല്ല സോഫ്റ്റ് ആയത് വെച്ച് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാം. ഈവൻ നമ്മൾ ഈ കലക്കി ചുടുന്നവർക്കാണെങ്കിലും നല്ല ടേസ്റ്റ് ആയത് വെച്ച് ഉണ്ടാക്കാം. അമ്മേ മുടി നല്ല ടേസ്റ്റ് അത് വെച്ച് ഉണ്ടാക്കാനേ. അപ്പം നിങ്ങൾ നാട്ടിലൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി സാധനമാണ്. പിന്നെ എന്നാ ഇത് പിന്നെ നാട്ടിൽ നമ്മൾ വിലക്കുറവാണ്. നമ്മൾ വെയിറ്റ് ഉണ്ടായിരുന്നു, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരാനില്ലായിരുന്നാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്. അപ്പം ഗൈസ്, ഇത് കാണുമ്പോൾ ഒത്തിരി ഉള്ളവരെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇതൊന്നും ഫിനിഷ് ചെയ്യാൻ എനിക്ക് അധികം ദിവസം വേണ്ട. ഇത് നമുക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട് ഇതൊക്കെ കൊടുക്കാൻ, എല്ലാവർക്കും കൊടുത്ത്. പക്ഷെ ചക്ക കൊടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്തായാലും തരാം, ഓരോ ചുളയൊക്കെ തരാം കേട്ടോ. അപ്പൊ ഗൈസ്, നമുക്കിനി രണ്ടാമത്തെ പെട്ട് തുറക്കാം. അപ്പൊ ഗൈസ്, ഇനി ഒരു പെട്ടിയോട് പൊട്ടിക്കാനുണ്ട്. അതിനകത്ത് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കാണും. കാരണം ഞാൻ വെളിച്ചെണ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഉണ്ടോ? പിന്നെ അതിനകത്ത് എൻ്റെ ഞാൻ പറഞ്ഞ വേറെ സാധനങ്ങളെ കാണുമായിരിക്കും. ഉണ്ടോ? നമുക്ക് ആ പെട്ടി കൂടെ തുറന്നിട്ട് വരാം. ഗൈസ്, നമ്മൾ രണ്ടാമത്തെ പെട്ടി പൊട്ടിക്കാൻ പോകണം. കാണിച്ചു തരാം. ഇത് തുണി ഇതിലെന്തൊക്കെയോ ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു സാധനം കാണാനുണ്ട്, പൈനാപ്പിൾ സ്ക്വാഷ്. കിട്ടിയായിരുന്നോ? അറിയത്തില്ല, നോക്ക്. എനിക്ക് ഇവിടെ വന്നിട്ട് പൈനാപ്പിളിന്റെ സ്ക്വാഷ്, എനിക്ക് നാട്ടിലത്തെ പൈനാപ്പിൾ സ്ക്വാഷ് ഇങ്ങോട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പൈനാപ്പിൾ സ്ക്വാഷ് പാലാട്ടിന്റെ. താങ്ക് യു. കായം കായപ്പൊടി നാട്ടിലത്തെ. ഇതെന്റെ മിക്സിയുടെ ജാർ, ബ്ലേഡ് ഒടിച്ച് കൊടുത്തു വിട്ടതാണ്. വെളിച്ചെണ്ണ നാട്ടിലെ മറ്റേ നമ്മുടെ ടിപ്പിക്കൽ എണ്ണയുടെ ജാറ്. കന്നാസ് ഞങ്ങളുടെ കന്നാസ് എന്ന് പറയുന്നത്. കന്നാസിലുള്ള എണ്ണ. അത് സ്പൂണാ, സച്ചിന്റെ ഇത് സച്ചിനുള്ള ഒക്കെ ഉള്ള സ്പൂണാ. തവിയാണ്, നമ്മുടെ പ്രോപ്പർട്ടിയാണ്. കത്തി അഞ്ജലി ചേച്ചിക്കുള്ളതാണ്. കപ്പുറത്തത് മിക്സറ്, ചിപ്സ്. ഇത് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ഉണ്ടാവും, കുഞ്ഞു പിള്ളേര്. നമുക്ക് അവർക്കൊക്കെ കൊടുക്കാനുള്ളതും കൂടെയാണേ. കുറച്ച് ചിപ്സ് ഉണ്ട്. പിന്നെ മസാല, ചിക്കൻ മസാലയാണേ. ചിക്കൻ മസാല 2 പാക്കറ്റ്. നാട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുവന്ന മസാല പറയുന്നുണ്ട്. നമ്മൾ ഇപ്രാവശ്യം മസാല ഒന്നും കൊണ്ടുവന്നില്ല. ഇതെന്നത് നിക്കർ ഇതെന്നതാ? കൈമാ റൈസ്. കൈമേരിയാണോ? ഞാൻ പച്ചരിയാണ്. അല്ല, ശരിയാട്ടോ, ഒരു മണമുണ്ട്. ബിരിയാണി ഉണ്ടാക്കാൻ ബെസ്റ്റ് കൈമാ റൈസ് ആണ്. ഇവിടെ ഭയങ്കര വില കൈമയ്ക്ക്. ഇത് എത്ര രൂപയാണ് നാട്ടില്? വലിയ എന്നാലും ഇവിടുത്തെ വില വെച്ച് കമ്പയർ നോക്കുമ്പോൾ അവിടെ ഭയങ്കര കുറവാണ്.
വെച്ച് ബിരിയാണി എന്നാണല്ലോ ഉണ്ടാക്കുന്നത്. ഈസ്റ്ററിന് ഒക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് പിയാമ വീട്ടിൽ മേടിച്ചതിന്റെ ബാക്കിയല്ലേ. പിയാമയുടെ സോപ്പ് എന്റെ ഫേവറേറ്റ് സോപ്പാണ്. ഇനി ഇത് ചായപ്പൊടി, ബ്രൂ, സക്കര, സായ്പൊടി. ഇത്രയാണ് നമ്മുടെ രണ്ടാമത്തെ പെട്ടിയിലുള്ളത്. മതി. നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കൊതി തരാനുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇനിയിപ്പം ഞാനും പോകുമല്ലോ ഉടനെ. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ. ഇതിൽ എനിക്ക് ഏറ്റവും എന്നെ അത്ഭുതപ്പെട്ട സാധനം ചേമ്പാകട്ടെ. ചേമ്പും ചക്കയും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നാട്ടിൽ നിന്ന് ചക്ക അങ്ങനെ ഇവിടെ വരുമെന്ന്. എനിക്ക് സന്തോഷമായി. താങ്ക് യു സോ മച്ച്. എനിക്കല്ല, എൻ്റെ അമ്മയ്ക്കും അച്ഛനുമാണ്.